സെക്രിയ ബസാറിൽ കൂടി കാൽനട യാത്രക്കാർ നടക്കണമെങ്കിൽ നായ്ക്കളുടെയും വളർത്തു പക്ഷികളുടെയും ഇടയിൽ വേണം. അസഹനീയമായ ദുർഗന്ധം സഹിക്കാൻ വയ്യാതെ ജനം പൊറുതിമുട്ടി. സെക്രിയ ബസാർ ജംഗ്ഷന് പടിഞ്ഞാറേ സൈഡിലുള്ള കാൽനട യാത്രക്കാർക്കായി സജ്ജീകരിച്ചിരിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ നടക്കണമെങ്കിൽ നായ്ക്കളുടെയും പക്ഷിക്കൂട്ടങ്ങളുടെയും നടുവിൽ കൂടി പോകണം. സെക്രിയ ബസാർ പടിഞ്ഞാറേ സൈഡിലുള്ള നടപ്പാതയാണ് ഇത്തരത്തിൽ കയ്യേറി വെച്ചിരിക്കുന്നത്. UDF സർക്കാരിന്റെ കാലത്ത് BA ഗഫൂർ ജനപ്രതിനിധിയായ സമയത്താണ് ഈ നടപ്പാത നിർമ്മിച്ചത്. ഏറെ മാലിന്യവാഹിയായ സെക്രിയ ബസാറും വട്ടപ്പള്ളി റോഡിലും മനോഹരമായ രീതിയിലായിരുന്നു ഈ നടപ്പാത നിർമ്മിച്ചിരുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ സെക്രിയ ബസാർ ഏരിയ നിങ്ങളൊന്ന് പോയി നോക്കി അറിയാൻ പറ്റും. ആ സെക്രിയ ബസാറിലൊക്കെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ സെക്രിയ ബസാർ മൊത്തത്തിൽ ഇവിടുന്ന് സെക്രിയ ബസാർ ടു വട്ടപ്പള്ളി എടുത്ത് കഴിഞ്ഞാൽ മൊത്തം അങ്ങനെ തന്നെയാണ്. മൊത്തം ഫുട്പാത്ത്, മൊത്തം സാധനങ്ങളും, നടക്കാൻ ബുദ്ധിമുട്ടാണ്, മൊത്തം പ്രശ്നങ്ങളാണ്. ഒരു വണ്ടി, ഒരു നല്ലൊരു സ്കൂൾ വിടുന്ന ടൈമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കൂൾ കുട്ടികൾ മൊത്തം റോഡിൽ കൂടെ പോകുന്നത്. നമുക്കൊരു വണ്ടിയുമായിട്ട് റോഡിൽ കൂടെ പോകാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ പല ബുദ്ധിമുട്ടാണ് നമുക്കുള്ളത്. തുടക്കത്തിൽ നാട്ടുകാർ തന്നെ പരിപാലിച്ചു പോകുന്നതാണ്. നൂറുകണക്കിന് വിദ്യാർത്ഥികൾ സുരക്ഷിതമായി സഞ്ചരിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള മനോഹരമായ നടപ്പാതയുടെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഇപ്പോൾ വളർത്തുമത്സ്യ കച്ചവടക്കാരൻ വളർത്തുമൃഗങ്ങളുടെ കാഷ്ടവും ഉൾപ്പെടെയുള്ള അവശിഷ്ടങ്ങൾ നിക്ഷേപിക്കുന്നത് ഈ കാൽനട യാത്രക്കാർ ഉപയോഗിക്കുന്ന വഴിയിലാണ്. കടയുടെ മുന്നിലൂടെ പോകണമെങ്കിൽ ഇപ്പോൾ മൂക്ക് പൊത്തി പോകേണ്ട അവസ്ഥയാണ്. നാട്ടുകാർ നിരവധി തവണ പരാതി പറഞ്ഞെങ്കിലും നടപടി ഉണ്ടാകുന്നില്ല. പരാതിക്കാരെ അധിക്ഷേപിക്കുന്ന തരത്തിലാണ് കടക്കാരൻ പെരുമാറുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. സെക്രിയ ബസാറിന്റെ ഫുട്പാത്തിലൂടെ നടക്കുക എന്ന് പറയുന്നത് വളരെ മോശമായ ഒരു അവസ്ഥയിലൂടെയാണ് ഈ ഫുട്പാത്ത് കിടക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ അവിടെ ഈ കിളിയെയും മറ്റ് പൂച്ചയും എല്ലാം അവിടെ അവരെ വേസ്റ്റും ഇട്ട് നാറ്റം കൊണ്ട് ഇവിടെ അപ്പുറത്ത് ബേക്കറി ഉണ്ട്, തൊട്ടിപ്പുറത്ത് അക്ഷയ സെൻ്റർ ഉണ്ട്. ഇവർക്കൊന്നും ഇവിടെ ഒരാൾക്ക് പോലും വരാൻ പറ്റാത്ത സാഹചര്യത്തിലാണ്. അതുകൊണ്ട് വേണ്ട നടപടി ഇവിടുത്തെ ഗവൺമെൻറ് എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.